ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചൈനീസ് റെസിപ്പിയുമായിട്ടാണ്. അത് നമ്മുടെ ചില്ലി ചിക്കനാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് ശേഷം ഞാൻ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ആദ്യം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടു. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 3/4 ടേബിൾ സ്പൂണിനടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കളറിന് വേണ്ടിയാണ് ഇടുന്നത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂണിനടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. 1 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഫൈൻ പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ ഒത്തിരി തിക്കും ആവണ്ട, ഒത്തിരി ലൂസും ആവേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂറെങ്കിലും നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ്. സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമുക്ക് വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഇപ്പോൾ 5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ ഒത്തിരി അടുത്തടുത്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം അടുത്തടുത്ത് പോയാൽ ചിക്കൻ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്, കോൺഫ്ലവർ ചേർത്തേക്കുന്നതുകൊണ്ട്. തിരിച്ചു മറിച്ച് വിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. കാരണം ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല. നമ്മളിനിയും അത് കുക്ക് ചെയ്യാനുള്ളതാണ്. ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി. ചിക്കൻ ഒരു കോട്ടിങ് കിട്ടിയാൽ മതി. അതിനു വേണ്ടിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്. അടുത്ത സെറ്റും ഞാൻ ഇതേ എണ്ണയിൽ തന്നെ ഇടുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അത് ലോ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ചിക്കനും എൻ്റെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഫ്രൈ ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഗ്രേവി ആയിട്ട് റെഡിയാക്കാൻ വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഈ ഫ്രൈ ചെയ്തേക്കുന്ന ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ചെറിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. വെജിറ്റബിൾസ് എല്ലാം ഒരേ രീതിയിൽ കിടക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തേക്കുന്നത്. അതിട്ടിട്ട് ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഓവറായിട്ട് വഴണ്ടി പോകേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ചിക്കനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവോള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി വഴണ്ടി പോകേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഞാൻ ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഞാൻ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണിൽ കുറച്ചുകൂടെ കൂടുതൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. വേറെ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ ഇടുമ്പോൾ മാത്രം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ സോസാണ് ഒഴിക്കേണ്ടത്. ആദ്യം സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. സോയാ സോസിൻ്റെ തിക്നെസ്സിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പോൾ എൻ്റെ കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. സോസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ 2 കളർ ഉള്ളതും കൊണ്ട് ഞാൻ റെഡും ഗ്രീനും എടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിലുള്ളതിൻ്റെ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
ഇത് ഒത്തിരി അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നിടം വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഒത്തിരി വഴണ്ട് പോയി നമുക്ക് ഈ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം ചില്ലി ചിക്കൻ കഴിക്കുമ്പം. ആ ഒരു പരുവത്തിൽ മതി. ഈ സമയത്ത് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടാണ് വേണ്ടുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറു തീയിലിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പം ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ചെറു തീയിൽ തന്നെ കുക്ക് ചെയ്യണം. ഇപ്പം നമുക്ക് ആവശ്യം കുറച്ച് ഗ്രേവി ആയിട്ടുള്ളതാണ്. അതിനാണ് ഞാൻ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കോൺഫ്ലവർ മിക്സ് ചെയ്തേക്കുന്ന ആ വെള്ളം 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാൻ വെക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രേവി തിക്കായി പോവും. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, കോൺഫ്ലവർ ഉള്ളതും കൊണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി ചിക്കൻ ഹാഫ് കുക്ക്ഡ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി കിട്ടും. നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായി ഇപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ചില്ലി ചിക്കൻ. അങ്ങനെ നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് ആൻഡ് ലൈക്ക്. താങ്ക് യു.